സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള സിക്കും സിഗ്ബാർ എക്സി പ്രോഗ്രാംസും ആണ് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രോഗ്രാംസ് നിങ്ങളിപ്പോൾ ഒത്തിരി ദിവസമായില്ലേ പഠിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫെമിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് പ്രോഗ്രാം പറയാം. സോ ഇവിടുത്തെ ഫസ്റ്റിലത്തെ ഈ പ്രോഗ്രാമിൽ സിക്കിൻ്റെ കോഡും ഇവിടെ സിഗ്ബാർ എക്സിയുടെ കോഡും കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ സിക്കിലും എങ്ങനെ വർക്ക് ഓൺ ചെയ്യുന്നതെന്നും സിഗ്ബാർ എക്സിയിൽ എങ്ങനെ വർക്ക് ഓൺ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജറിനെയും ഒരു ക്യാരക്ടറിനെയും ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യിക്കാം. സോ നമ്മൾ കോപ്പി ചെയ്ത് വെക്കില്ലേ, A=B എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോഴേക്കും ബിയിലെ കണ്ടൻറ്റ് എയിലേക്ക് കൊടുക്കും അല്ലേ. സോ A=B എന്ന് പറയുമ്പോഴേക്കും ബിയിലെ കണ്ടൻറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു A. സോ ഈ സെയിം പ്രോസസ്സ് തന്നെ സിക്കിലും സിഗ്ബാർ എക്സിയിലും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതായത് കണ്ടൻറ്റിൻ ഒരു മെമ്മറി ലൊക്കേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ എപ്പോഴും നമ്മൾ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാമല്ലോ പ്രോഗ്രാമിനൊരു ലേബൽ കൊടുക്കണം. അതുകൊണ്ട് പ്രോഗ്രാമിൻ്റെ പേര് അവർ കൊടുത്തിരിക്കുന്നത് പ്രോഗ്രാം 1 എന്നാണ്. സോ അത് കൊടുത്തു. പിന്നെ എല്ലാ കോഡും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് എന്നുള്ള ഒരു ഡയറക്റ്റീവിലായിരിക്കണം. അതേപോലെ തന്നെ ദർ മസ്റ്റ് ബി അൻ എൻഡ്. ഓക്കെ, സോ സ്റ്റാർട്ടും വേണം എൻഡും വേണം. ഇനി സ്റ്റാർട്ടിന് ശേഷം നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് മെൻഷൻ ചെയ്യാം. ഇവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 ആണത്, ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ദെൻ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെമ്മറി അഡ്രസ്സാണ്, അതിൻ്റെ ഹെക്സാ വാല്യൂ ആണ് 1000 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടിന് ശേഷം എന്ത് അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് ആ അഡ്രസ്സ് തന്നെ വേണം എൻഡിന് ശേഷവും കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ, 2 വേരിയബിൾസ് വേണം. ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് എന്താ, ഇൻറ്റിജറിനെയാണ്. വേറൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, ഒരു ക്യാരക്ടറിനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ ഇൻറ്റിജർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ 5 ആണ്. സോ വി ആർ ഹാവിങ് എ ലേബൽ. ഈ ലേബൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ വേരിയബിളാണ് എം. ആ എമ്മിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണ്, 5 ആണ്. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അസംബ്ലർ ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും വരിക, ലേബൽ, വേരിയബിളിൻ്റെ പേര് കൊടുക്കുക, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറക്റ്റീവ് എന്താണോ. നമ്മളിവിടെ ഒരു നമ്പർ ആയതുകൊണ്ട് നമ്പറിനെ നമ്മൾ സേവ് ചെയ്യുന്നത് എവിടെയാണ്, വേർഡിലാണ്. ആൻഡ് വി ആർ അസൈനിങ് ദ വാല്യൂ. സോ 5 എന്നുള്ള വാല്യൂ നമ്മൾ ആരിലേക്ക് കൊടുത്തു, എമ്മിലേക്ക് കൊടുത്തു ആണല്ലോ. സോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേറൊരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ പേരാണ് പി. ആ പിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, ഒരു ക്യാരക്ടറാണ്. ഓക്കെ, സോ അപ്പം ക്യാരക്ടറിനെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ബൈറ്റ് വെച്ചിട്ടാണ്. ഇൻറ്റിജറിനെ വേർഡ് വെച്ച് പറയുന്ന പോലെ തന്നെ ക്യാരക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ബൈറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇനി ബൈറ്റായിട്ട് നമ്മളൊരു വാല്യൂവിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ക്യാരക്ടറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വി മസ്റ്റ് യൂസ് വാട്ട്, ഒരു സി എന്നുള്ളൊരു സിമ്പിൾ, ദാറ്റ് ഈസ് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി സി കൊടുക്കുക. എന്നിട്ട് വിത്തിൻ കോഡ്സിൽ വി ഷുഡ് സ്പെസിഫൈ ദ ക്യാരക്ടർ വാല്യൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വാല്യൂ എന്താണ്, ഇസഡ് ആണ്. എന്താണ്, ഇസഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ക്വസ്റ്റ്യനകത്ത് എന്താണ്, ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ട്, ഒരു ക്യാരക്ടർ വാല്യൂ ഉണ്ട്. ഇവിടുത്തെ ക്യാരക്ടർ എന്താണ്, ഇസഡ് ആണ്. അപ്പോൾ ഈ 2 വാല്യൂവിനെയും നമ്മളൊരു ലൊക്കേഷനിൽ നിന്ന് കോപ്പി ചെയ്ത് വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റണം. അപ്പോൾ എമ്മിൻ്റെ കണ്ടൻറ്റ് ഒരു ഇൻറ്റിജറിനെ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള വേരിയബിളിലേക്ക് മാറ്റണം. പിയുടെ കണ്ടൻറ്റ് ഒരു ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു വേരിയബിളിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഓർ വി ആർ ഗോയിങ് ടു അസൈൻ എന്താണ്, മെമ്മറി ലൊക്കേഷൻസ് അസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു റിസർവ് വേർഡിനെ അല്ലെങ്കിൽ ഒരു വേർഡിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഇൻറ്റിജറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം വിച്ച് ഈസ് ഹാവിങ് എ സൈസ് ഓഫ് എന്താണ്, ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ഒരു നമ്പറിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറക്റ്റീവാണ് റിസർവ് വേർഡ്. ഓക്കെ, സോ റിസർവ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻറ്റിജറിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് ആരുടെ ഡ്യൂട്ടി, റിസർവ് വേർഡിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തേക്കുന്ന സൈസ് എത്രയാണ്, 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻറ്റിജറിനെ, ഒരു 1 സൈസുള്ള ഒരു ഇൻറ്റിജറിനെ സ്റ്റോർ ചെയ്യാനുള്ള, ഒരു 1 സൈസുള്ള ഒരു നമ്പറിനെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി സ്പേസ്. ഓക്കെ, അതിന് വിളിച്ച പേരെന്താണ്, എൻ. സോ എൻ ഈസ് ദ ലേബൽ ആൻഡ് ദ ഡയറക്റ്റീവ് വി ആർ യൂസിങ് ഫോർ ക്രിയേറ്റിംഗ് ദിസ് അറേ എലമെൻറ്റ് ഇസ് റിസർവ് വേർഡ് ആൻഡ് ദ അറേ വിൽ ബി ഹാവിങ് ദ സൈസ് ഓഫ് 1 അല്ലേ. സോ അപ്പോൾ ഒരു ഒറ്റ നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു വേരിയബിളാണ് എൻ. അതിൽ നമ്മൾ എന്ത് ചെയ്തു, റിസർവ് ചെയ്ത് വെച്ചു, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ആൻസേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, റിസർവ് വേർഡ് ആയിരിക്കും. ഇൻറ്റിജർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ആണെങ്കിൽ, എഗെയിൻ ക്യാരക്ടർ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, റിസർവ് ബൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതൊരു ക്യാരക്ടർ അറേയാണ് ആര് ക്രിയേറ്റ് ചെയ്യുന്നത്, റിസർവ് ബൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് എത്രയാണ്, 1 ആണ്. ഇവിടെ 1 വരാനുള്ള റീസൺ എന്താണ്, നമുക്കൊരു ഒറ്റ ആൽഫബറ്റിനെ സ്റ്റോർ ചെയ്താൽ മതി. ഇസഡ് എന്നുള്ളൊരു ആൽഫബറ്റിനെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷൻ മാത്രം മതി നമുക്ക്. അപ്പോൾ അതിൻ്റെ സൈസ് എന്താക്കി കൊടുത്തു, 1 ആക്കി കൊടുത്തു. ഓക്കെ, ദെൻ നമ്മുടെ വേരിയബിളിൻ്റെ പേര് എന്താക്കി കൊടുത്തു, ക്യൂ. നമ്മുടെ ലേബൽ എന്താണ്, ക്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ആക്ച്വലി എമ്മിൽ എന്നുള്ള ലൊക്കേഷനിൽ ഇരിക്കുന്ന 5 എന്നുള്ള വാല്യൂവും അതേപോലെ തന്നെ പി എന്നുള്ള ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂ ആയിട്ടുള്ള ഇസഡും അല്ലേ, എന്ത് ചെയ്യും, നമ്മൾ വി ആർ അസൈനിങ് ദിസ് വാല്യൂസ് ഇൻ ടു അനദർ വേരിയബിൾ അല്ലേ. അതിൻ്റെ പേരെന്താണ്, നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ പേരാണ് എൻ. അതേപോലെ തന്നെ ആൽഫബറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ പേരാണ് ക്യൂ.
ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഈ എമ്മിലെ കണ്ടൻറ്റ് എവിടേക്ക് വരണം, എന്നിലേക്ക് വരണം, പിയുടെ കണ്ടൻറ്റ് എങ്ങോട്ട് വരണം, ക്യൂയിലേക്ക് വരണം. നിങ്ങൾക്കിത് ഓൾറെഡി പ്രോഗ്രാം അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ഫെമിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസിക് പ്രോഗ്രാം ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇത്രയും സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ ഒക്കെ ഡിക്ലറേഷൻ സെഷൻസ് ആണ്. ഇനി നമ്മുടെ ആക്ച്വൽ കോഡിലേക്ക് വരാം. സോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് എന്താണ്, സിക്കിലാണ്. സിക്കിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് 2 അഡ്രസ്സിംഗ് മോഡ്സേ പറ്റുള്ളൂ. എന്തൊക്കെയായിരുന്നു അത്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡും അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് അല്ലേ. അത് അവിടെ നമുക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് നമുക്ക് വേരിയബിളിൻ്റെ വാല്യൂവിനെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് 5 എന്നുള്ളൊരു വാല്യൂവിനെ എടുത്തുകൊണ്ട് വന്ന് എന്നിലേക്ക് വെക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ എമ്മിലുള്ള കണ്ടൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യണം അല്ലേ. അതായത് നമുക്കൊരു ഡയറക്റ്റ് മെമ്മറി റെഫറൻസ് മാത്രമേ പറ്റുള്ളൂ. നമുക്കൊരിക്കലും മെമ്മറി കണ്ടൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു മെമ്മറി വാല്യൂവിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഇതിനകത്ത് പറ്റത്തില്ല. നമ്മളുടെ കയ്യിലുള്ള സിക്ക് എന്ന് പറയുന്ന അഡ്രസ്സിംഗ് മോഡിൽ പറ്റില്ല. കാര്യം അവിടെ നമുക്ക് 2 മെത്തേഡ്സേ അഡ്രസ്സിംഗ് മോഡ്സേ ഉള്ളൂ, ഡയറക്റ്റും ഇൻഡെക്സ്ഡും മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു നോക്കിക്കേ. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, നമുക്ക് ഏത് മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻ്റ് ആണോ എടുക്കേണ്ടത് അതിനെ നമ്മളിവിടെ കൊണ്ടുവച്ചു, അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവച്ചു. സോ അക്യുമുലേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ലോഡ്, LDA. LDA മീൻസ് ലോഡ് ഇൻ ടു ദ അക്യുമുലേറ്റർ വിത്ത് ദ വാല്യൂ കണ്ടൻറ്റ് ഇൻ M. സോ എമ്മിലെ കണ്ടൻറ്റ് ഇപ്പോൾ എങ്ങോട്ടേക്ക് വരും, അക്യുമുലേറ്ററിലേക്ക് വരും. ഓക്കെ, സോ അപ്പോൾ എപ്പോഴും നമ്മൾ അക്യുമുലേറ്റർ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സിക്കിനകത്ത് നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പം എമ്മിലിരിക്കുന്ന കണ്ടൻ്റ് ആയിട്ടുള്ള 5 എവിടെ വന്നു, അക്യുമുലേറ്ററിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു കണ്ടൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇത് അക്യുമുലേറ്ററിൻ്റെ കയ്യിൽ വെച്ചിരിക്കേണ്ട വാല്യൂ അല്ലല്ലോ, നമുക്ക് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണ്, എമ്മിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എമ്മിലേക്ക് അതിനെ അസൈൻ ചെയ്തു. സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് സ്റ്റോർ. ഓക്കെ, സോ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വാല്യൂ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ നിന്നെടുത്ത് ഏതാണോ നമ്മുടെ മെമ്മറി ലൊക്കേഷൻ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് കാണിക്കും. കുഴപ്പമില്ലല്ലോ. അപ്പം STAN എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ് മീൻ, ദ കണ്ടൻറ്റ് ഇൻ ദ അക്യുമുലേറ്റർ വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദ മെമ്മറി ലൊക്കേഷൻ കോൾഡ് N. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴേക്കും എമ്മിലെ കണ്ടൻറ്റും എന്നിലെ കണ്ടൻറ്റും എമ്മിലെ കണ്ടൻറ്റും എന്നിലെ കണ്ടൻറ്റും എന്തായി മാറി, സെയിമായി മാറി. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു നെയിം, ഒരു ഇൻറ്റീജർ വാല്യൂ കോപ്പിയിടായി. ഇൻ ദ സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്യാരക്ടറിനെ നമുക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, സോ ഇൻറ്റീജറിനെ ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ LD യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്യാരക്ടറിനെ ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ലോഡ് ക്യാരക്ടർ, LDCH. ഓക്കെ, എന്നിട്ട് എന്ത് കൊടുക്കുക, വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. ഇവിടുത്തെ വേരിയബിളിൻ്റെ പേര് എന്താണ്, P. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, ദ കണ്ടൻറ്റ് ഇൻ P വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദ അക്യുമുലേറ്റർ A. എന്നിട്ട് എന്ത് ചെയ്യും, ആ ക്യാരക്ടറിനെ നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, ക്യൂയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ദാറ്റ് ഇസ് STCH. സോ ലോഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സ്റ്റോർ. അപ്പോൾ എന്ത് സംഭവിക്കും, പിയിലുള്ള കണ്ടൻറ്റ് എങ്ങോട്ടേക്ക് കോപ്പീഡ് ആവും, ക്യൂയിലേക്ക് കോപ്പീഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് രണ്ടുമാണ് നോർമലി നമ്മൾ ചെയ്യുന്ന സിക്കിലുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ലോഡും സ്റ്റോറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണ്ടൻറ്റ് നമുക്ക് മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. ഇനി ഈ സെയിം പ്രോഗ്രാം തന്നെ സിഗ്ബാർ എക്സിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സെയിം നമുക്ക് ആദ്യം ഒരു പ്രോഗ്രാമിന് ഒരു ലേബൽ കൊടുത്തു, എന്നിട്ട് ഒരു സ്റ്റാർട്ട് എന്നുള്ളൊരു ഡയറക്റ്റീവ് കൊടുത്തു. നമ്മൾ സ്പെസിഫൈങ് ദ അഡ്രസ് ലൊക്കേഷൻ ഫ്രം വെയർ ദിസ് പ്രോഗ്രാം ഷുഡ് ബിഗിൻ, അത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ എന്താണ്, 1000 സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം ഈസ് ഗോയിങ് ടു എൻഡ് ഹിയർ അല്ലേ. അത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, നമുക്കറിയാം LDAയിൽ നമുക്കിവിടെ 5 എന്നുള്ളൊരു വാല്യൂ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റോർ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ വാല്യൂ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു വേരി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് വി ക്യാൻ ഡയറക്ട്ലി യൂസ് ദ വാല്യൂസ് ഇൻ ദ സിഗ്ബാർ എക്സി. കാര്യം സിഗ്ബാർ എക്സിയിൽ ഏത് അഡ്രസ്സിംഗ് മോഡുണ്ട്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂസിനെ എവിടെ യൂസ് ചെയ്യാം, സിഗ്ബാർ എക്സിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, എയിലേക്ക് അക്യുമുലേറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു വാല്യൂനെ എടുത്ത് വെച്ചു. വാട്ട് ഇസ് ദ വാല്യൂ, ദാറ്റ് ഇസ് 5 എന്നുള്ള വാല്യൂനെ എടുത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു, എന്നിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത്, A എന്ന് പറയുന്നുള്ള അക്യുമുലേറ്ററിലെ കണ്ടൻറ്റായിട്ട് നമ്മൾ ആരും എടുത്ത് വെച്ചു, ഒരു 90. ഇത് ആസ്കി വാല്യൂ ആയിരിക്കുമല്ലോ. ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിൻ്റെ ആസ്കി വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിനെ നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു, ക്യൂയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊരു ന്യൂമറിക്കൽ വാല്യൂയും ഒരു ആസ്കി കോഡും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ അതും കൂടെ നമ്മൾ എന്ത് ചെയ്തു, 2 വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. സോ Nഉം Qയും ഇപ്പോൾ എന്തായി, സെറ്റായി വിത്ത് ദ വാല്യൂ 5ഉം 90യുടെ ആസ്കി വാല്യൂ. ഓക്കെ, 90യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റിക്കൽ വാല്യൂ വെച്ചിട്ട് Nഉം Qയും ഇവിടെ സെറ്റായിട്ടുണ്ട്.
ഇനി നമുക്കറിയാം നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നിലും ക്യൂയിലുമാണ്. സോ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്പറിനെ സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂ ആണ്. സോ റിസർവ് വേർഡ് കൊടുത്തു. ദെൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂ ആണ്. സോ എന്ത് കൊടുത്തു, റിസർവ് ബൈറ്റ് കൊടുത്തു. സോ രണ്ട് നമുക്ക് വേണ്ടത് എന്താണ്, ഒരേ ഒരു ലൊക്കേഷൻ മാത്രം മതി. അതുകൊണ്ട് എന്ത് കൊടുത്തു, 1 കൊടുത്തു. എന്നിട്ട് നമ്മൾ വി ആർ എൻഡിങ് ആൻഡ് ദ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗ്ബാർ എക്സി പ്രോഗ്രാമും സിഗ് കോഡും. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇൻറ്റീജറിനെയും ഒരു ക്യാരക്ടറിനെയും കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സീക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഫെമിലൈസേഷന് വേണ്ടി മാത്രമാണ് ഈ കോഡ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് കുറച്ചും കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ പറയാത്ത പ്രോഗ്രാംസിലേക്ക് പോകാം.